സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടലുകളില്ല. ട്രെൻഡിനൊപ്പം പോയി നേരമോ പണമോ കളയാനില്ല. സമാധാനം, സ്വസ്ഥം, കൂടുതൽ സന്തോഷം. സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിച്ച് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ? നല്ലൊരു പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ, സ്റ്റോറി ഇട്ടില്ലെങ്കിൽ അത് മോശമാണോ? ഇനി ലൈവായി നിന്നില്ലെങ്കിൽ ഞാൻ മാത്രം മിസ് ഔട്ട് ആകില്ലേ എന്നൊക്കെ കരുതിയ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ കാലം ഇപ്പോൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കാവുന്നതിനെയും മീ ടൈമിനെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന, അതിലെല്ലാം സന്തോഷം കണ്ടെത്തുന്ന ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന രീതിയാണ്. മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നതും കാണിക്കാൻ കൊതിക്കുന്നതുമായ വൈബിൽ നിന്നൊക്കെ മാറി സമാധാനത്തിൽ എല്ലാം സാവധാനം എൻജോയ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ജെൻസിയുടെ ചുവടുമാറ്റം. സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി അതിൻ്റെ ലൈം ലൈറ്റിൽ നിൽക്കുകയും അതിൻ്റെ ഭാഗമാകാനുള്ള ആസക്തിയിൽ നിന്നൊക്കെ മാറി എന്താണോ നമ്മുടെ മനസ്സ് ശരിക്കങ്ങ് പറയുന്നേ അത് ചെയ്ത് ആനന്ദം അല്ലെങ്കിൽ സമാധാനം ആവുകയാണ് പിള്ളേരുടെ ഈ പുതിയ രീതി. ഇത്രയും കാലം ഫോണിൽ മുഖം പൂഴ്ത്തിയിരുന്നവർക്ക് ഇതെന്തു പറ്റിയെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ പ്രഷർ. അതായത് ഞാൻ കാണുന്ന ആളുകളുടെ ജീവിതം പോലെ അല്ലല്ലോ എൻ്റെ ലൈഫ്, അവരുടെ ലൈഫ് എന്ത് കിടിലനാ എന്നൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഞാൻ എത്തണ്ടേ എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദമായിരുന്നു. മറ്റൊന്ന് അമിതമായി സ്വന്തം ജീവിത നിലവാരത്തെ മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്തുന്ന കമ്പാരിസൺ സംസ്കാരം. കൂടെ അമിതമായ സാമൂഹിക ബന്ധങ്ങളാലും എപ്പോഴും ഏതു നേരവും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുക എന്ന അവസ്ഥയും. ഇതെല്ലാം അടുത്തിട്ടാണ് പുത്തൻ കുട്ടികൾ ഇപ്പോൾ ജോമോ ലൈൻ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ആൾക്കൂട്ടവും ബഹളവും ഒക്കെയുള്ള പാർട്ടികളിൽ നിന്ന് അങ്ങ് മാറി ഒരു സിനിമ കണ്ടോ, ഒരു നല്ല ബുക്ക് വായിച്ചോ സ്വന്തം വീടുകളിലൊക്കെ തന്നെ അങ്ങ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്കും എടുത്ത് ചെറിയൊരു മുങ്ങലും ഉണ്ടായിരിക്കും ഇവരുടെ വക. വലിയ വലിയ ഗ്യാതറിംഗ് പ്ലാനുകളോട് ഒരു ഗിൽട്ടുമില്ലാതെ നോ പറയാനും ഇവർ ശീലിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും എന്തോ കിഡിലൻ ലൈഫ് എൻജോയ് ചെയ്യുന്നു, എനിക്ക് മാത്രമാണ് ഒരു ലൈഫില്ല എന്ന് വിചാരിച്ച് മിസ്സിംഗ് ഔട്ട് ആവലാതിയിലാണോ? അതോ ഇവരൊക്കെ എന്തേലും കാണിക്കട്ടെ, എനിക്ക് എൻ്റെ സ്വന്തം എൻജോയ്മെന്റ് മാത്രം മതിയെന്ന മൈൻഡോ?